ശുദ്ധമായ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് ഔക്കോയ ഉസ്താദിൻ്റെ പള്ളിയുടെ പരിസരത്തുള്ള കടപ്പുറം വിശുദ്ധമായ ശഅബാൻ മാസം എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ സമയമാണ്, സെക്കൻഡുകളാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ദുനിയാവ് ആഖിറം, ദുനിയാവിൻ്റെ കാര്യങ്ങൾ ആരും നമ്മളെ പിന്നാലെ കൂടാതെ തന്നെ ഉണ്ടാവും. അതിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഇല്ലേ? ഉണ്ട്. ആഖിറത്തിൻ്റെ കാര്യം ഒരാൾ പിന്നാലെ കൂടിയാലും ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അല്ലാഹു തആല വലൽ ആഖിറതു ഖൈറും വഅബ്ഖാ, എന്നെന്നും ശേഷിക്കുന്നത് ദുനിയാവല്ല ആഖിറമാണ്. അപ്പോൾ അനന്തമായ കാലം സുഖിക്കാനുള്ള അതിലെ പണി നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. പിന്നെ നശ്വരമായ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കുവാൻ വേണ്ടി നാളെ സമയം നമ്മൾ ദുനിയാവിലുണ്ടോ നമുക്കറിയില്ലല്ലോ, ചിലപ്പോൾ ഖബറിലായിരിക്കും. അപ്പം നശ്വരമായ ദുനിയാവിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കേൾക്കി, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനര് ഒരു ഉദാഹരണ സഹിതം മൂപ്പര് വിശദീകരിക്കുന്നു. ഏലം മോനെ നീ അറിയടാ, അന്നൽ അബ്ദ, നിശ്ചയം ഒരടിയാൻ, ഒരടിമ, ഒരു മനുഷ്യൻ, കമാ യകൂനു ലഹു വഖ്തുൻ ഫീ അവ്വലിൻ നഹാരി, പകലിൻ്റെ ആദ്യം അവനൊരു സമയമുള്ളതുപോലെ. എന്തിനാവാ സമയം? ഇഷാരിത്തു നഫ്സഹു അലാ സബീലി തൗസിയത്തി ബിൽ ഹഖ്, അതിപ്രഭാതത്തിൽ ഏതൊരു മനുഷ്യനും നഫ്സിനിക്ക് ഒരു കണ്ടീഷൻ വെക്കണം, നിബന്ധന വെക്കണം. നഫ്സേ, ഇന്ന് നീ ഹറാമിലേക്ക് നോക്കാൻ പാടില്ല, ഹറാം കേൾക്കരുത് കേട്ടോ, നാക്കുകൊണ്ട് നമീമത്ത് പറയരുത്, ഗീബത്ത് പറയരുത്, കള്ളം പറയരുത്, ആളുകളെ ആക്രമിക്കരുത്. ഇങ്ങനെ എന്നും പ്രഭാതത്തിൽ കണ്ണാടിക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് വേണം? നഫ്സിനെ ഉപദേശിക്കണം. അങ്ങനെ ഒരു സമയമുള്ളതുപോലെ എന്താവണം? യംബഗി അൻ യകൂന ലഹു ഫി ആഖിരിൻ നഹാരി സഅത്തുൻ, പകലിൻ്റെ അവസാനവും ഒരു സമയം വേണം. കിടക്കപ്പായിക്ക് പോകുമ്പോൾ ഒരു സമയം, മൊബൈൽ നോക്കി അങ്ങ് ഉറങ്ങല്ല, ഒട്ടത്തരം എന്നല്ലാതെ. ആ സമയത്ത് എന്ത് വേണം അറിയോ? യുഹാസിബു, എന്താ? യുതാലിബു ഫീഹൻ നഫ്സ വയുഹാസിബുഹാ അലാ ജമീ ഹറകാതിഹാ വസകനാതിഹാ. ആ സമയത്ത് നഫ്സിനെ ചോദ്യം ചെയ്യണം, മുഹാസബ നടത്തണം. എന്തിൻ്റെ മേൽ? അന്ന് ആ പകൽ സമയം മുഴുവൻ അവൻ്റെ ഓരോ ചലനങ്ങളും ഓരോ നിശ്ചലനങ്ങളും എന്തിൽ ചെലവഴിച്ചു? ആലോചിക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ ഹറാമുക്ക് നോക്കിയോ? രാവിലെ എന്താണ് ഷർത്ത് വെക്കുക, ഇന്ന് ഹറാമിലേക്ക് നോക്കാൻ പാടില്ല, ഹറാമ് പറയാൻ പാടില്ല, ഹറാമ് ചിന്തിക്കാൻ പാടില്ല, ഹറാമ് പിടിക്കുവാൻ, അങ്ങനെ ഓരോ ഷർത്ത് വെക്കുക. അന്ന് വൈകുന്നേരം എന്താ? ബെഡ്റൂമിക്ക് പോകുമ്പോൾ മുഹാസബ ചെയ്യണം. രാവിലെ വെച്ച ആ നിബന്ധനകൾക്ക് വിധേയപ്പെട്ടോന്നോ ഇല്ലേ? ചെയ്യാറുണ്ടോ? ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതുപോലെ അറിയോ? നല്ലൊരു ഫിറ്റായ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട് പറയും. കമാ യഫ്അലു തുജാറു, കച്ചവടക്കാർ ചെയ്യും പോലെ. ഫിദ്ദുന്യാ, ദുനിയാവിൽ നമ്മളെ കച്ചവടം ഉണ്ടല്ലോ. ആരോട് കൂടെ? മഅശുറക്കായി ഫി ആഖിരി കുല്ലി സനത്തിൻ ഔ ഷഹ്റിൻ ഔ യൗമിൻ, വർഷാവസാനം, മാസാവസാനം, ദിവസവും തൻ്റെ കൂറ് കച്ചവടക്കാരോട്, പങ്ക് കച്ചവടക്കാരോട്, അല്ലെങ്കിലോ ജോലിക്കാരോട്, പണിക്കാരോട് ചോദിക്കൂലേ? എടാ, ഇന്ന് എത്ര കച്ചവടം നടന്നു? ഇജെന്തേ കട്ടണോ? ഇജെന്ന് ചായ എത്രക്ക കുടിച്ചത്? ചോറെന്താ കഴിച്ചത്?
വൈകുന്നേരം കാലി ചായ അടിച്ചോ കടിയിരുത്തീനോ ഇതൊക്കെ ചോദിക്കുമല്ലോ. ഇതൊക്കെ എന്തിനാ? നശ്വരമായ ദുനിയാവിത്തെ എന്തെങ്കിലും ആ കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ്. കണ്ടില്ലേ, ബഹുമാൻ പറഞ്ഞു ദുനിയാവിൻ്റെ മേൽ അലച്ച കൊണ്ടാണിത്. ഒരു ഉറുപ്പ്യ ഏറോ എടുത്താവോ? ഇന്നലെ കാലിച്ചായക്ക് ഒരു നെയ്യപ്പ, ഇന്ന് 2 നെയ്യപ്പ എടുത്തത്. ഇതൊക്കെ എന്തുകൊണ്ടാ? ദുന്യാവിനോടുള്ള ആർത്തി കൊണ്ടാണ്. പിന്നെന്തിനു വേണ്ടിയും എന്തെങ്കിലും നഷ്ടപ്പെടുമോന്ന് കരുതിയിട്ട്, ലാഭത്തിൽ എന്തെങ്കിലും നഷ്ടമാവുമെന്ന് വിചാരിച്ചിട്ട്. ശരിക്കും ഇപ്പം എന്താണ് ഹൈറെന്താണ്? അത് നഷ്ടപ്പെടാൻ വേണ്ടത്. കാരണം ദുനിയാവിലെ എത്ര ഉണ്ടായാലും അതിനൊക്കെ മുഹാസബ വേണ്ടേ? ചോദ്യം ഉണ്ടാവില്ലേ, ഹിസാബ് ഉണ്ടാവില്ലേ? ഇതൊന്നും നമ്മൾ ചിന്തിക്കണില്ലല്ലോ. അപ്പം ഈ നശ്വരമായ ദുനിയാവിനോടുള്ള അലച്ച വെച്ചുകൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെടുമോന്ന് പേടിച്ചിട്ട്. എന്താ തലമാല ഒന്നല്ല അവിടെ? ആ കള്ളലൊന്നും കാണിച്ചു കൊടുക്ക്. പേടിച്ചിട്ട് ദുന്യാവിൻ്റെ കാര്യത്തിൽ കച്ചവടക്കാരിങ്ങനെ തൻ്റെ ശുറക്കായനെ, കൂട്ടുകാരെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളെ നഫ്സിലേക്ക് കണ്ടീഷൻ വെക്കാത്തത്? അതിപ്രഭാതത്തിൽ അങ്ങനെ വൈകുന്നേരം എന്തുകൊണ്ട് മുഹാസബ നടത്തുന്നില്ല? എന്തേ കാരണം?